സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ജീവിതത്തില് ചുറ്റും ഇങ്ങനെ തീ കത്തുന്ന സമയം പലതരത്തിലെ തീയുണ്ട്. തൃശ്ശൂർ വെടിക്കെട്ട് അപകടം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത് ശ്രദ്ധിച്ചേ, പലതരത്തിലുള്ള തീ കത്തുന്ന സമയത്ത് എന്ത് ചെയ്യണം? വായിച്ചോ, ദാനിയേലിന്റെ പ്രവചനം, ബുക്ക് ഓഫ് ദാനിയേലിന്റെ പ്രവചന പുസ്തകം ഒന്ന് തുറന്നേ. ദാനിയേലിന്റെ പ്രവചന പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-18 തിരുവചനം. 17-18 തിരുവചനം. ഒരു വചനഭാഗം ശ്രദ്ധിച്ചാൽ, ഈ തീ കത്തുന്ന സമയത്ത് നിനക്ക് ചുറ്റും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അത് തീയായി ഇങ്ങനെ രൂപപ്പെടുമ്പോൾ നീ എന്തു ചെയ്യണമെന്ന് ഇതാ വചനം നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ടെന്ന് വായിച്ചാലോ. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 17-18, ചാപ്റ്റർ 3 വേഴ്സ് 17 and 18 വായിച്ചോ. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. കണ്ടോ ഒന്നും കൂടെ വായിച്ചേ. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രത്യേകിച്ച് ദാനിയേലിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതിനെ 2 ഭാഗങ്ങളായിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്. 3-ാം അധ്യായം അതിൻ്റെ 17-ാം തിരുവചനം, 2 ഭാഗങ്ങളുണ്ട്. ഒച്ചത്തിലൊന്ന് വായിച്ചേ. ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ബലി ഇങ്ങനെയാണ്: ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ അനുഗമിക്കും. എന്തെന്നാൽ അങ്ങയിൽ ആശ്രയിക്കുന്ന ആരും ലജ്ജിക്കേണ്ടി വരികയില്ല. ഇത് പറയുന്ന ആരാന്നറിയാവോ? ഇത് 3 ചെറുപ്പക്കാര് തീജ്വാലകൾക്കുള്ളിൽ കിടക്കുകയാണ്. അതിന്റെ 1-ാം തിരുവചനം വായിച്ചാൽ മനസ്സിലാവും. ശ്രദ്ധിക്കണം, ദാനിയേലിന്റെ പുസ്തകം എടുക്കുമ്പോൾ 3-ാം അധ്യായം തന്നെ 2 ഭാഗങ്ങളായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. 1-ാം വചനം: അവർ ദൈവത്തിന് കീർത്തനം ആലപിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് തീജ്വാലകളുടെ മധ്യേ നടന്നു. നിനക്ക് ചുറ്റും കത്തി എരിയുന്നു തോന്നും, നീ ഇന്ന് തീർന്നു പോകുന്നു തോന്നും. നീ തീർന്നു പോകത്തില്ല. നീ അതിൻ്റെ ഒത്ത നടുവിൽ നിന്ന് ദൈവത്തെ ആരാധിക്കാൻ ശ്രദ്ധിച്ചോണം. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാനിയേലിനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്ന 6-ാം അധ്യായം അതിൻ്റെ 22-ാം തിരുവചനം, ചാപ്റ്റർ 6 വേഴ്സ് 22. തൻ്റെ മുമ്പിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടെത്തിയതിനാൽ എൻ്റെ ദൈവം ദൂതനയച്ച് സിംഹങ്ങളുടെ വായടച്ചു, അവ എന്നെ ഉപദ്രവിച്ചില്ല. രാജാവേ, നിന്റെ മുമ്പിൽ ഞാൻ നിരപരാധനാണല്ലോ. ദാനിയേൽ എന്ന പ്രവാചകൻ നേരത്തെ പറഞ്ഞത് 3 ചെറുപ്പക്കാര് തീജൂളയ്ക്കുള്ളിൽ കടന്നത്. ദാനിയേൽ എന്ന് പറയുന്ന അടുത്ത വ്യക്തി നമ്മളെ പഠിപ്പിക്കുകയാണ് സിംഹത്തിന്റെ വായടച്ച ദൈവം. അപ്പൊ അതുകൊണ്ട് ഈ ദാനിയേൽ ചെയ്തത് എന്താ? ചുറ്റും ഇങ്ങനെ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ, ദൈവമേ, അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, അങ്ങയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് ഉച്ചത്തിലേറ്റു പറഞ്ഞു. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. നിന്റെ ജീവിതത്തിൽ ഇതുപോലെ തീ വന്ന് നിന്നെ കത്തിച്ചു കളയുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാവും തോന്നും. ചില പ്രശ്നങ്ങൾ അങ്ങനെയാണ്. നീ വിചാരിക്കും നീ തീർന്നുപോയി, നീ കത്തിച്ചാമ്പലായി. എന്നാൽ അങ്ങനെയല്ല. നിന്നെ വിഴുങ്ങാൻ സിംഹങ്ങൾ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കും. എന്നാൽ സിംഹങ്ങളുടെ വായടപ്പിക്കുന്നൊരു ദൈവമുണ്ട്. നീ വിശ്വസിച്ചോണം. ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ പരിപൂർണമായി വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളിൽ ഇത്രത്തോളം ശക്തമായിട്ട് ഇടപെടുന്നതിന് നന്ദി പറയുന്നു. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒച്ചത്തിലൊരു 3 ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. മറ്റൊരു വചനഭാഗം കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇത് പ്രിയപ്പെട്ടവരെ പൗലോസ് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ജീവിതത്തിൽ നമുക്ക് ബലഹീനതകളും അസ്വസ്ഥതകളും ഭാരങ്ങളും കുറവുകൾ ഉണ്ടാകുമ്പോൾ പൗലോസ് പറയാണ്. വിശുദ്ധ പൗലോസ് കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനം, സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ് ചാപ്റ്റർ 9, 2 കൊറിന്തോസ് 12-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനം. പൗലോസ് തന്റെ ജീവിതത്തിൽ അഭിമാനത്തോടൊരു കാര്യം പറയുക. വായിച്ചേ. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്കെന്റെ കൃപ മാത്രം മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാവുന്നത്. ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ടാവുന്ന കുറവുകൾ
ആ കുറവുകളിൽ വചനം പഠിപ്പിക്കുന്നത് നിന്റെ കുറവിൽ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. എല്ലാം തികഞ്ഞവരിലല്ല, ബുദ്ധിമാന്മാരിലല്ല, കഴിവുള്ളവരിലല്ല, കുറവുള്ളവരിൽ. നിനക്ക് ഏതെങ്കിലും തരത്തിൽ ഇന്ന് എന്തെങ്കിലും ഒരു കുറവ്, ഒരു ഭാരമുണ്ടെങ്കിൽ അതെന്തിനാണെന്നറിയോ? തമ്പുരാൻ കർത്താവിനെ വട്ടം പിടിച്ചോണം. നിന്റെ വീട്ടിൽ ദാരിദ്ര്യം, ചില തകർച്ചകൾ, ചില ഭാരങ്ങൾ, ചില ക്രമക്കേടുകൾ, വിചാരിക്കുന്ന പോലെ കാര്യം നീങ്ങുന്നില്ല. വചനം പഠിപ്പിക്കുന്നത് എന്തിനെന്നറിയോ? തമ്പുരാൻ കർത്താവിനെ വട്ടം പിടിക്കാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പഴയ നിയമത്തില് റൂത്തിന്റെ പുസ്തകമുണ്ട്. റൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനം. റൂത്ത് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? 1-ാം അധ്യായം ബുക്ക് ഓഫ് റൂത്ത് ചാപ്റ്റർ 1:16 16-ാം വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അമ്മ പോകുന്നിടത്ത് ഞാനും വരും, വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും. റൂത്ത് ഒരു കാര്യം പറയുവാണ്. ഒരു കുടുംബത്തിൽ ശ്രദ്ധിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യമാണ് റൂത്ത് പഠിപ്പിക്കുന്നത്. ജീവിത പങ്കാളിയുടെ മരണത്തിന് ശേഷം ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന ഒരു സന്ദർഭം. ഇതാ റൂത്ത് പറയാണ്, ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ വരും. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും, പ്രത്യേകിച്ച് കുടുംബത്തിൽ ആരുടെയെങ്കിലുമൊക്കെ മരണത്തോട് ബന്ധപ്പെട്ട് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വചനം അങ്ങ് വായിച്ചോണേ. വചനം പറയുന്നത്, അമ്മ പോകുന്നിടത്ത് ഞാനും വരും, വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും. ദൈവമേ, അങ്ങയിൽ ഞാൻ സമ്പൂർണ്ണമായി ആശ്രയിക്കുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ഇനി ഞാൻ എൻ്റെ പാട്ടിന് പോകുന്നു, നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് വെക്കോ, അതല്ല. ദൈവമേ, അങ്ങയിൽ ഞാൻ പരിപൂർണമായി ആശ്രയിക്കുന്നു. സർദി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 2 കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വസിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ അനുഭവങ്ങളും, എല്ലാ കുറവുകളും എന്തിനെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. 2 കരങ്ങൾ നന്നായിട്ട് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. കണ്ണുകളടച്ച് വിശ്വസിക്കണം. എൻ്റെ ദൈവമേ, എൻ്റെ രോഗപീഡ, എൻ്റെ കുറവുകൾ, എൻ്റെ ഭാരങ്ങൾ, എൻ്റെ ജീവിതത്തിൻ്റെ കണ്ണുനീര് എല്ലാം കർത്താവേ അങ്ങയിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ്. വിശ്വസിച്ചോണം. ഇത് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഏതൊരവസ്ഥയിലും വിശ്വസിച്ചു കൊള്ളുക. കർത്താവേ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും കർത്താവേ നിന്റെ സാന്നിധ്യം മാത്രം മതി. ജോബ് പഠിച്ചതുപോലെ, അബ്രാഹം പറഞ്ഞു പഠിപ്പിച്ചതുപോലെ, ജീവിതത്തിൽ ദാനിയേലിന്റെ പുസ്തകം പഠിപ്പിച്ചതുപോലെ, റൂത്ത് എന്ന സ്ത്രീ പഠിപ്പിച്ചതുപോലെ, കർത്താവേ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും കർത്താവേ അങ്ങയുടെ സാന്നിധ്യം മാത്രം മതി. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ, കണ്ണുകളടച്ചോ. ഈ ഗാനത്തിന്റെ വരികൾ അറിയാവുന്നവർ ഉച്ചത്തിൽ ഏറ്റുപാടുക. അറിയാൻ പാടില്ലാത്തവർ ഈ വരികൾ ശ്രദ്ധിക്കുക. നിനക്ക് വേണ്ടി നിന്റെ ഹൃദയത്തിന്റെ ഗീതമാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ഈ വരികളോട് ചേർന്ന് പ്രാർത്ഥിച്ചു. യേശുവേ, നിമിത്തമായി നാഥാ നന്ദി. യേശുവേ, മുള്ളുകളിൽ പനിനീർ പൂവോ പൊന്നുപോലെ. ആമേൻ. ഉയർച്ചയിലും താഴ്ചയിലും ആമേൻ. മരണത്തിലും ജീവനിലും ഓ ദൈവമേ, നിന്റെ സാന്നിധ്യം മതി. ആമേൻ. നാഥാ, നിൻ സാന്നിധ്യം മതി. പാടിക്കേ. നിൻ സാന്നിധ്യം മതി. നാഥാ, നിൻ സാന്നിധ്യം മതി. സാന്നിധ്യം
ഓ ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഓരോരുത്തരും ഉള്ളിന്റെ ഉള്ളിൽ ഇത് പറയുക. നിന്റെ സാന്നിധ്യം മാത്രം മതി. എനിക്കുണ്ടാവുന്ന എല്ലാ പരാജയങ്ങളിലും, എല്ലാ കൈപ്പേറിയ അനുഭവങ്ങളിലും, നാണം കെടുന്ന അനുഭവങ്ങളിലും, അപമാന വഴികളിലും, ഒറ്റപ്പെടുന്ന വഴികളിൽ, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുമ്പോഴും കർത്താവേ, നിന്റെ സാന്നിധ്യം മാത്രം ഞാനത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. കർത്താവ്, ഇത് എന്നിൽ സംഭവിക്കപ്പെടട്ടെ. എൻ്റെ എല്ലാ ഞെരുക്കങ്ങളിലും കർത്താവ് അങ്ങ് ഇടപെടട്ടെ. ഒരു പുത്തൻ അഭിഷേകമായിട്ട് മാറട്ടെ കർത്താവേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് വിളിച്ചൊന്ന് സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ സാന്നിധ്യം മതി. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സാന്നിധ്യം മാത്രം മതി. ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളിലും, ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം കയ്യിൽ നഷ്ടപ്പെടുമ്പോൾ, കർത്താവേ, ജോബിനെ പോലെ അങ്ങയിൽ ആശ്രയിക്കാൻ, അബ്രാഹത്തെ പോലെ അങ്ങയെ വട്ടം പിടിക്കുവാൻ, ദാവീദിനെ പോലെ അങ്ങയെ വിശ്വസിച്ച് ചേർത്ത് പിടിക്കാൻ, കർത്താവേ, ദാനിയേലിന്റെ പുസ്തകത്തിലെ 3 യുവാക്കന്മാരെ പോലെ തീ ചൂളയ്ക്കുള്ളിക്കിടക്കുമ്പോൾ ദൈവമേ അങ്ങയിൽ ആശ്രയിച്ചതുപോലെ, സിംഹത്തിന്റെ വായടച്ച ദൈവമേ, ഞങ്ങളിൽ അങ്ങ് പ്രവർത്തിക്കണമേ. കർത്താവേ, അങ്ങ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും. നിന്റെ സാന്നിധ്യം മാത്രം മതി. സാന്നിധ്യം മതി നാഥ, നിൻ സാന്നിധ്യം മതി. Yes, oh Lord, your presence is enough for me. ഞാൻ വിശ്വസിക്കുന്നു നാഥ. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ചത് വിശ്വസിക്കുക. കർത്താവേ, നിന്റെ സാന്നിധ്യം മാത്രം മതി എൻ്റെ എല്ലാ അനുഭവങ്ങളിലും. വിശ്വസിക്കുക. ഉച്ചത്തിൽ പറഞ്ഞേ, God is good all the time. All the time. God is good. നമുക്ക് എല്ലാവർക്കും മുട്ടുകുത്താം. മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഈ ആരാധന സമയം ഞങ്ങൾ പങ്കുവച്ച വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു കൃപയായി മാറണമേ. കർത്താവെ, ഒരു പുതിയ അഭിഷേകത്തിലേക്ക് ഞങ്ങളെ നയിക്കണം. ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിൽ ചേർന്ന് ആരാധനയുടെ ഗീതം പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷം ദൈവശക്തി ഇന്നിവിടെ, ഈ നിമിഷം ദൈവശക്തി യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ ഇന്നും ജീവിക്കുന്ന ജനതകൾ കൈകൾ ഉയർത്തി, കൈകൾ അടിച്ച് ചാടി തൊള്ളി. പോരാ പോരാ, ആമേൻ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ വിളിച്ച് 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 The mighty power, the mighty anointing ഓരോ വ്യക്തിയിലും സംഭവിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം നിന്റെ മേൽ ചൊരിയപ്പെടട്ടെ. ദൈവശക്തി കടന്നു വരട്ടെ. എല്ലാ അനുഭവങ്ങളും അനുഗ്രഹമാക്കി മാറ്റട്ടെ. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ എനിക്കുണ്ടായ എല്ലാ അനുഭവങ്ങളും ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ. ആരാധന 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 ആരാധന. രണ്ട് കരങ്ങളും ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചോളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇപ്രകാരം ദൈവത്തിൽ ആശ്രയിക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നിന്നെ പുറകോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധാൽത്താരയുടെ മുൻപിൽ ഇതാ മേഖലകളെ സമർപ്പിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും സംഭവങ്ങൾ നിന്നെ പുറകോട്ട് വലിക്കുന്നു. എന്നാലും എനിക്ക് ഇങ്ങനെ പറ്റിയല്ലോ, എന്നാലും എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, എന്നാലും എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടായല്ലോ, ഈ ഒരു തകർച്ചയുണ്ടായല്ലോ. ചില കാര്യങ്ങൾ, ചില സംഭവങ്ങൾ നിന്നെ ഓർമ്മയിൽ നിന്നെ നശിപ്പിക്കുന്നുണ്ടാവും. നിനക്ക് സന്തോഷത്തോടെ ജീവിക്കുന്നതിന് നിന്നെ ഭാരപ്പെടുത്തും. എന്നാൽ നീ വിശ്വസിക്കുക, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല.
എല്ലാം സംഭവിച്ചത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. കർത്താവ്, ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. കർത്താവെ, എല്ലാ സംഭവങ്ങളും നിന്നിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നെ പീഡിപ്പിക്കുന്ന, എന്നെ അസ്വസ്ഥപ്പെടുന്ന സാത്താൻ്റെ ചിന്തകളെ, ആലോചനകളെ, ഭാരങ്ങളെ എന്നെ വിട്ടുപോവട്ടെ. ചിലരുടെ ഉള്ളിൽ പിശാച് കൊണ്ട ചിന്ത കൊടുക്കും, ഇനി നീ എന്തെല്ലാം ചെയ്തിട്ടും കാര്യമില്ല, നീ തകർന്നു പോവും, നീ ജീവിക്കേണ്ട കാര്യമില്ല, നിന്നെ ഒന്നിനും കൊള്ളിയേല, നീ ചെയ്തതൊക്കെ മണ്ടത്തരമായിപ്പോയി, നിന്റെ തീരുമാനങ്ങൾ മണ്ടത്തരമായിപ്പോയി. അത് സാത്താൻ കൊണ്ടുവന്ന് തരുന്നതാണ്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തി 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടയ്ക്കണം. എനിക്കുണ്ടായ എല്ലാ അനുഭവങ്ങളും എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ. യെസ്, റാണി എന്ന സഹോദരിയോട് കർത്താവ് ഇത് പഠിപ്പിക്കുന്നു. ഡോണയോട് കർത്താവ് പഠിപ്പിക്കുന്നു. ഇതാ ജോസിനോട് കർത്താവ് പഠിപ്പിക്കുന്നു. ഇതേ നിന്നോട് കർത്താവ് പറയുന്നു, നിന്റെ ജീവിതത്തിലുണ്ടായ ഓരോ അനുഭവങ്ങളും ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ. ഗർഭവതിയായിരുന്ന സഹോദരി, ഉദരത്തിലുണ്ടായിരുന്ന കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി, അബോർട്ട് ചെയ്യപ്പെട്ടു. അതിനുശേഷം വല്ലാതെ ഭാരപ്പെട്ട് വിഷമിച്ചല്ലേ പ്രാർത്ഥിക്കുന്നത്. കർത്താവ് പറയുന്നു, നീ വിഷമിക്കേണ്ടെന്ന്. ഉദരഫലം തമ്പുരാന്റെ സമ്മാനം ദൈവം തരുമെന്ന് നഷ്ടപ്പെട്ടത് ദൈവം തിരിച്ചു തരും. കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. പുറപ്പാട് 14:14. ഈ യുദ്ധം കർത്താവിൻ്റെതാണ്, നിന്റെ ജീവിതം കർത്താവിൻ്റെതാണ്. കർത്താവ് വഴി നടത്തും. വിശ്വസിക്കണം. ഓരോ വ്യക്തിയും വിശ്വസിക്കുക. ബിസിനസ്സിൽ തകർന്നുപോയി പരാജയപ്പെട്ടു നീ തീർന്നിട്ടില്ലെന്ന്. നീ തീർന്നിട്ടില്ല. കുര്യൻ എന്ന് പറയുന്ന മറ്റൊരു സഹോദരനോട് കർത്താവ് പറയും, തീർന്നിട്ടില്ലെന്ന്. ആരാ നിന്നോട് പറഞ്ഞ് തീർന്നു പോയെന്ന്? നാട്ടുകാർ പറയും, ഇനി നീ ഒന്നിനെ കൊള്ളത്തില്ലെന്ന്. എന്നാൽ കർത്താവ് പറയുന്നു, നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. ഈ ഒരു രോഗപീഠയിൽ നീ അവസാനിക്കത്തില്ല. കർത്താവ് ഇവിടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരിയോട് പറയുന്നു, നിനക്കുണ്ടായി രോഗപീഠ നിനക്കൊരവസാനമല്ല. അല്ല, കർത്താവ് നിന്റെ കൂടെയുണ്ട്. വിദേശത്ത് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒത്തിരി പേരോട് കർത്താവ് ഒത്തിരി സന്ദേശം നൽകുന്നു. നീ ആയിരിക്കുന്നിടത്ത് നിന്നെ ഒരു ദേശത്ത് എത്തിച്ചല്ലോ, കർത്താവ് അവിടെ ജീവിക്കാനുള്ള വഴി തുറന്നു തരും. നിന്നെ നാണം കെടാൻ അനുവദിക്കത്തില്ലെന്ന്. നീ ഇവിടെ നിന്ന് തിരിച്ചുപോയി ഇങ്ങോട്ട് വീണ്ടും നീ നാണം കെട്ട് വരാനല്ല, മറിച്ച് നീ ഒരു ദേശത്ത് കർത്താവ് എത്തിച്ചെങ്കിൽ നിന്നെ അവിടെ കർത്താവ് നയിക്കും. നീ വിശ്വസിക്കണം. ഓരോ വ്യക്തിയും ഈ ശുശ്രൂഷ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളാണോ ആ പ്രതിസന്ധികളുടെ മുകളിൽ ക്രിസ്തുവിന്റെ മുഖം, യേശുവിന്റെ മുഖം കണ്ടെന്ന് വിശ്വസിക്കണം. യെസ്, വിത്തൗട്ട് ഹിസ് നോളജ് നത്തിങ് വിൽ ഹാപ്പൻ ഇൻ മൈ ലൈഫ്. യേശു എൻ്റെ കൂടെയുണ്ട്. ദൈവമറിയാതെ ഒന്നും സംഭവിക്കില്ല. ദൈവമേ, എനിക്കുണ്ടായ എല്ലാ അനുഭവങ്ങളും സന്തോഷവും ദുഃഖവും സംശയവും പരാജയവും നാണംകെടലും അപകടവും ഒറ്റപ്പെടലും എല്ലാം കർത്താവേ, യെസ്, ഇത് അങ്ങയിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി വിശ്വസിച്ച് നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് അത് ഏറ്റെടുക്കുക. എന്നിട്ട് മുട്ടുകുത്തിക്കേ. ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന സമയം. എൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ അനുഭവങ്ങളും പരാതിപ്പെടാനല്ല, ദൈവത്തിൽ ആശ്രയിക്കാൻ. യെസ്, എല്ലാവരോടുമാണ് കർത്താവ് പറയുന്നത്. 1-2 പേരോടല്ല, എന്നോടും നിങ്ങളോടും കർത്താവ് പറയുന്നു, നമുക്കുണ്ടായ എല്ലാ അനുഭവങ്ങളും ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. ഗോഡ് ഈസ് ഗുഡ്. വിശ്വസിച്ച് കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്നു എല്ലാ കുരിശുകൾക്കും നാഥനന്ദി. എല്ലാ തോൽവികൾക്കും നാഥനന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥനന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പരിമീർപ്പു ശോധനയിൽ ചൂളയവിൽ പൊന്നുപോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. നാഥാവിൻ സാന്നിധ്യം
സാന്നിധ്യം മതി